ഗുഡ് ഈവനിങ്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 15th ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡൈനാമിക്സ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോർക്ക് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് റൊട്ടേഷണൽ മോഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യുക നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, പിന്നെ ആംഗുലർ ആക്സിലേഷൻ, റിജിഡ് ബോഡി റൊട്ടേഷൻ അബൌട്ട് എ മൂവിംഗ് ആക്സിസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന മേജർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ അവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും ടോർക്ക് മീൻസ് ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അലൗസ് ടു ദ ഫോഴ്സിന്റെ ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ടോർക്കിനെ എപ്പോഴും എന്ന് റെപ്രസെന്റ് ടോ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ടോർക്ക് ക്യാൻ ബി റെപ്രസെന്റ് ആസ് ടോ. ഓക്കെ, ഗ്രീക്ക് ലെറ്ററിലെ ടോ, TAU. ഓക്കെ, ആ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യുക റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ആ റെപ്രസെന്റേഷനിൽ നമുക്ക് എന്ത് ടോ ഇസ് ഈക്വൽ ടു ആ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എഫ് ക്രോസ് ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിനാണ് അതേ കേസ് തന്നെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ടോർക്കിനെ കുറിച്ചുകൂടെ പഠിച്ചു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വെച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രൂ അൺസ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ സ്പാനർ പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് അൺസ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ എവിടേക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അത് നമ്മൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യത്തില്ല, അത്രയും എഫക്റ്റീവ് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്കവിടെ ഫോഴ്സ് കുറച്ച് പ്രയോഗിക്കുന്നത് നമുക്ക് എഫേർട്ട് ഉണ്ട് കൂടുതലായിട്ട് നമുക്ക് അവിടെ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ടോർക്കിന്റെ ഡെഫിനിഷൻ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ ടോർക്കിന്റെ ഡെഫിനിഷൻ കൊണ്ടുവരാനായിട്ട് നമ്മൾ എടുക്കുന്ന മീൻസ് എന്താണ്, ഇപ്പോൾ ഇതൊരു റൊട്ടേറ്റിംഗ് ബോഡി ആണെങ്കിൽ, ഓക്കെ ഇത് റൊട്ടേറ്റിംഗ് ബോഡിയാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്ത് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്ന ഈ ഒരു ലൈൻ നമ്മൾ പറയുന്ന ലിവർ ആണെന്നാണ് എന്ത് ചെയ്യുന്നത് അതിനെ പറയുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് എന്ത് വിളിക്കാം, വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇതിന്റെ ദറ്റ് ഈസ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതാണ് എന്റെ ഒരു ലിവർ ആണെന്ന് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ അനാലിസിസ് അവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ എവിടെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, FA എന്നും FB എന്നും FC എന്നും 3 ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ ആക്സ് ഓഫ് റൊട്ടേഷൻ. ഇത് മനസ്സിലായി, സ്ക്രൂ ആണ് കേട്ടോ. നമ്മൾ നട്ടും ബോൾട്ടും ഉണ്ടല്ലോ, നട്ട് നമ്മൾ അൺസ്ക്രൂ ചെയ്യുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൺസ്ക്രൂ ചെയ്യുവാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഇതായിരിക്കും ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ടോർക്കിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഈ ഒരു ഫിഗർ പറ്റുമെങ്കിൽ വരച്ചതിന് ശേഷം പറ്റുമെങ്കിൽ ഫിഗർ വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഫിഗർ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഇവിടെ ഓരോ ഫോഴ്സ് കാണിക്കാം. ഓക്കെ, എവിടെയൊക്കെ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, FA. ഇവിടെ FA മീൻസ് ഇവിടെ ഏറ്റവും അടുത്ത ആക്റ്റീവ് ഫോഴ്സ് ആണ് FA എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് അവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് ക്ലോസ് ടു ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതെന്തില്ല, വലിയൊരു എഫക്റ്റീവ്നെസ് അവിടെ കാണിക്കത്തില്ല. അത് എഫക്റ്റീവ് ഫോഴ്സ് അല്ല അതിന് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നീടോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഇസ് ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. അതും എന്തില്ല, ഒരു എഫേർട്ടും അവിടെ ഇല്ല. പിന്നെ എന്തിന് മാത്രമേ അവിടെ എഫേർട്ട് വരുന്നുള്ളൂ, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി എഫേർട്ട് ടു ദ ദാറ്റ് ഈസ് ഫോഴ്സ് ഫാദർ ഫ്രം ദ ആക്സ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് മോർ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു ഡോറിന്റെ ഒക്കെ കേസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഹിഞ്ചസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന കേസ്. നമ്മൾ ഡോറിന്റെ ലോക്ക് വരുന്ന പാർട്ടിൽ പിടിച്ച് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ആ ഒരു ഹിഞ്ചസ് വരുന്നത്, വിചാരി വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ മൂവ് ചെയ്തെങ്കിലോ, ഇപ്പൊ ജനാലയൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ജനാൽ നമ്മൾ ഏറ്റവും അറ്റത്ത് വെച്ച് തുറക്കാൻ എന്ത് ചെയ്യും, അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ത് തുറക്കെടുക്കാനായിട്ട്. ബട്ട് നമ്മൾ ആ ഒരു ലോക്ക് വരുന്നിടത്ത് ആ ഒരു ഹൂക്സ് വരുന്നിടത്ത് നമ്മൾ തുറന്നാലോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ടോർക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി അത് ഡെഫിനിഷൻ വൈസ് ഒന്ന് ടോർക്കിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. ദെൻ നമുക്ക് പറയാം അവിടെ ഇൻ ജനറൽ ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ഇസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഇസ് ഫ്രം ആ ഒരു ഫിഗറിന്റെ കേസിൽ പറയാൻ ടോർക്ക് ഈക്വൽ ടു F/L നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ, F/L. പിന്നെ ടോർക്കിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ, കാരണം ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും പിന്നെ ഒരു ലെങ്ത് വൈസ് കൂടി വരുന്നല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു ആക്സ് വരുമ്പോൾ ലെങ്ത് വൈസ് ഒരു R എന്ന ഡിസ്റ്റൻസിൽ L ഡിസ്റ്റൻസ് വരുന്നു. ഇവിടെ നമ്മൾ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് വരുന്നതുകൊണ്ട് തന്നെ ന്യൂട്ടൺ മീറ്റർ ആണ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ടോർക്ക്. ഓക്കെ, ടോർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്ക് എന്തല്ല, വർക്കും അല്ല, അതുപോലെ തന്നെ എനർജിയും അല്ല. ഓക്കെ, എനർജി ടേമേ അല്ല, എന്തിനാണ് നമ്മുടെ ഫോഴ്സ് തന്നെയാണ്. ബട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ടാൻജൻഷ്യൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് അവിടെ വരുന്നത്, അല്ലാതെ എന്ത് തന്നെയാണ് നോർമലി നമ്മൾ സാധാരണ ഒരു ഫോഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ടോർക്കിന്റെ ഡയറക്ഷൻ വിച്ച് ക്യാൻ ബി എയ്തർ നെഗറ്റീവ് ഓർ പോസിറ്റീവ് വരാം. ഓക്കെ, ടോർക്ക് ഡയറക്ഷൻ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം. അത് നമ്മൾ ക്ലോക്ക് വൈസ് എടുക്കുന്നോ ആന്റി ക്ലോക്ക് വൈസ് എടുക്കുന്നോ എന്നതായിരിക്കും എന്ത് ടോർക്കിന്റെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കുകയാണെങ്കിൽ ടോർക്ക് എന്താണ്, പോസിറ്റീവ് ആണ്. ക്ലോക്ക് വൈസ് ടോർക്സ് എന്തായിരിക്കും അവിടെ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ആ രണ്ട് കേസും ഒന്ന് കമ്പയർ ചെയ്ത് എടുക്കാം. ദെൻ
നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിരിക്കുവാണ്. നമുക്കിതിപ്പോൾ ഒരു ലിവർ നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലിവർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ എന്ത് ചെയ്യാ നിങ്ങളൊരു ലിവർ ആയിരിക്കും കൺസിഡർ ചെയ്യാം. ഓക്കെ. ഒരു ലിവർ ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ ഇങ്ങനെ എന്തുവാണ് പിടിച്ച് റൈസ് ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ. സാധാരണ നമ്മുടെ ഈ ഒരു വണ്ടിയൊക്കെ റൈസ് ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഇത് പറയുമല്ലോ കറക്റ്റ് അതിന്റെ പേര് മറന്നുപോയി. ജാക്കി. ഓക്കെ. അപ്പൊ അതിന്റെ ശരിക്കും ഒരു ഹാൻഡിലാണ് ശരിക്കും ഇങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് റൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് വണ്ടിക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. സോ അവിടെ നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് ശരിക്കും നമ്മൾ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റഡ് ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ എഫേർട്ട് എങ്ങനെയൊക്കെ വരും? ഇവിടെ 2 ഡയറക്ഷൻ 2 കമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. എഫ് സൈൻ തീറ്റ എന്നും എഫ് കോസ് തീറ്റ എന്നും. ഓക്കെ. എഫ് കോസ് തീറ്റ കമ്പോണന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് അലോങ് ദ ഈ ഒരു ആക്സിസ് ആയിരിക്കും. പക്ഷേ എന്തില്ല അതിനവിടെ ഒരു എഫേർട്ട് വരത്തില്ല. കാരണം എന്താണ്? ഈ ലൈൻ അലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എഫ് കോസ് തീറ്റ കമ്പോണന്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതിനെ സംബന്ധിച്ച് ഈ എൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലെങ്ത് ഇത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. നമ്മൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫൈ എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എഫ് ഇസ് ഈക്വൽ ടു ടോർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമ്മളിതിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതില് നോക്കുക. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദ ഫിഗർ ഷോസ് ദ ഫോഴ്സ് എഫ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് പി ഡിസ്ക്രൈബ് ബൈ എ പൊസിഷൻ വെക്ടർ ആർ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ചൂസൺ പോയിന്റ് ഒ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ലിവർ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ആറിന് അലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഡെഫിനിഷൻ വൈസ് നമ്മൾ എന്ത് പറഞ്ഞു? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ. അതായത് നമ്മളൊരു ക്ലിയർ ഡെഫിനിഷൻ വൈസ് പറഞ്ഞാണ് ഫോഴ്സ് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ടെന്ന്. ഓക്കെ. ഇനി കറക്റ്റ് ആയിട്ട് നമ്മളൊരു ആംഗിൾ കൺസിഡറേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. കാരണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യത്തില്ല? ഇവിടെ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയല്ല? പെർപെൻഡിക്കുലർ ആയിട്ടല്ല. പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഇൻറ്റു എൽ എന്ന് കാരണം സൈൻ 90 വരും. ഓക്കെ. നോർമലി നിങ്ങൾ മുൻപ് പഠിച്ച ടോർക്കിന്റെ ഇക്വേഷൻ ഓർക്കുക. ഓക്കെ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ആർ സൈൻ തീറ്റ. ഇതല്ലേ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളത്? എഫ് ആർ സൈൻ തീറ്റ 12th പഠിച്ചത് ഇതേ കാര്യം. ഓക്കെ. അപ്പോൾ ഇവിടെ തീറ്റ 90 ആവുന്ന സമയത്താണ് ടോർക്ക് ടോ എന്താവുന്നത്? എഫ് ആർ എന്ന് വരുന്നത്. ഓക്കെ. ടോർക്ക് എഫ് ഇൻറ്റു ആർ അല്ലെങ്കിൽ എഫ് ഇൻറ്റു എൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ അവർ തിരിച്ചാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റിൽ തിരിച്ചാണ് എന്തിരിക്കും വന്നിരിക്കുന്നത്. ആദ്യം അവർ എഫ് ആർ എന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു സൈൻ കമ്പൗണ്ട് കൂടി വരുന്നതായിട്ട് എടുക്കുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്കൊരു ഒരു റിട്ടേൺ ഒരു ഫീലിംഗ് വരുന്നത്. കാരണം എന്തുകൊണ്ടാ? നമ്മൾ സാധാരണ നമ്മൾ 12th പഠിച്ചത് എങ്ങനെയാണ്? എഫ് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ പഠിച്ചു. ദെൻ അവിടെ 90 വരുന്ന സമയത്ത് എഫ് ആർ എന്ന് വരും എന്നൊരു കണ്ടീഷൻ പഠിച്ചു. ഇവിടെ തിരിച്ചാണ് ഒരു രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. കുഴപ്പമില്ലാതെ നമുക്ക് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ എഫ് ഇൻറ്റു എൽ എന്ന് കിട്ടാം. സോ നമുക്കൊരു ആംഗിൾ കൺസിഡറേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എല്ലിന് എന്തെന്ന് എടുക്കാൻ പറ്റും? എൽ ഇസ് ഈക്വൽ ടു ആർ സൈൻ ഫൈ എന്ന് ഇവിടെ എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? ആർ സൈൻ ഫൈ അവിടുത്തെ ആംഗിൾ. ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് വെച്ചിട്ട് ഇവിടെ വരുന്ന ഒരു ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലിന്റെ വാല്യൂ ദാറ്റ് ഈസ് ആർ സൈൻ ഫൈ എന്ന് കിട്ടാം. ദാറ്റ് ഈസ് എന്താണ്? വി ആർ ഗെറ്റിംഗ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സൈൻ ഫൈ അല്ലെങ്കിൽ സൈൻ തീറ്റ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ടോർക്കിന്റെ കമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ ഫൈ എന്ന് പറയാം. ആംഗിൾ ഏതാണോ അത്. ഓക്കെ. 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്തായിക്കൊള്ളും? എഫ് ഇൻറ്റു എഫ് ഈക്വൽ ടു ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ് എന്നായിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ടോർക്കിന്റെ ഇക്വേഷൻ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ആണ്. ഈ എൽ ആംഗിൾ വൈസ് വരുമ്പോഴാണ് ആർ സൈൻ ഫൈ എന്നായിട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ മാറുന്നത്. ഓക്കെ. ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടാൻജൻഷ്യൽ ഇൻറ്റു ആർ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ടോർക്കിന്റെ കേസിൽ ചോദിച്ചു എഴുതാൻ. ചില സമയത്ത് ടോർക്കിന്റെ ഡെറിവേഷൻ ചോദിക്കാം. ഇല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തന്നിട്ട് ചോദിക്കാം. ഒരു ടോർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. മുൻപൊക്കെ ആണെങ്കിൽ ഡിഫൈൻ അബൌട്ട് ടോർക്ക് ആൻഡ് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് അങ്ങനെയാണ് സാധാരണ മുൻപൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. മുൻപത്തെ സിലബസിലും ടോർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ടോർക്ക് ഒക്കെ അവർക്കും പഠിക്കാൻ ഉണ്ടായിരുന്നു. ഈ ഒരു മെത്തേഡിലല്ല നമ്മൾ 12th പഠിച്ച അതേപോലെയാണ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ. ആ ഒരു കേസ് അതേ സ്റ്റെപ്സ് ആയിരുന്നു അവിടെ വന്നിരുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾ അതുപോലെ ഒന്ന് കൊടുക്കുക, എഴുതുക. ഓക്കെ. അത് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചെടുത്ത് വരുന്നു. ഓക്കെ. ആ ഒരു കേസ്. പിന്നെ അവർക്ക് ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഒന്നും അങ്ങനെ ഒന്നും ലിവർ അങ്ങനത്തെ ടേംസ് അവിടെ യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ഫോഴ്സിന്റെ എന്താണെന്ന് പറയുന്നുണ്ട്. ഫോഴ്സിന്റെ ഒരു റൊട്ടേഷണൽ അനലോഗസ് ആണ് എന്ന രീതിയിൽ മാത്രമാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കുക. നമ്മൾ ഈ നോട്ട്സ് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതിയാവും എക്സാമിനേഷൻ. ഓക്കെ. ഇതിലാണ് നിങ്ങളുടെ ആ ടെക്സ്റ്റിലുള്ള അതേ കാര്യം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ടോർക്കിനെ എന്ത് ചെയ്യണം? ഒരു വെക്ടറൈസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ. ടോർക്കിനെ വെക്ടറൈസ് ചെയ്ത് റെപ്രസെന്റ് എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് വി ക്യാൻ റെപ്രസെന്റ് ആസ് ദ ടോർക്ക് ടോ എന്ത് ചെയ്യുന്നു? വെക്ടറൈസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ടോർക്ക് ആർ ക്രോസ്
എഫ് ആണ്. ഓക്കെ. ആർ ക്രോസ് എഫ് എന്ത് ചെയ്തു? വെക്ടറൈസ് ചെയ്ത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ടോർക്കിനൊരു വെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ. ടോർക്ക് ആസ് എ വെക്റ്റർ. ഓക്കെ. എന്ത് ചെയ്യണം? ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ. കമ്പൗണ്ട്സ് റൈസ് എഴുതാൻ പറഞ്ഞാൽ ടോർക്കിന്റെ ഓരോ കമ്പൗണ്ട്സ് ഐ, ജെ, കെ ആ ഒരു കമ്പൗണ്ട്സ് എന്ത് ചെയ്യണം അവിടെ കൊടുക്കണം. അങ്ങനെ ചോദിക്കാറില്ല. ഫോഴ്സിനൊക്കെയാണ് സാധനങ്ങൾ ചോദിക്കുന്നത്. ടോർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിക്ക് നമുക്ക് വെക്ടറൈസ് ചെയ്ത് അവിടെ കാണിക്കാൻ പറ്റും. എന്ത് തന്നെ ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ ടോർക്കും ആംഗുലർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ. നമ്മുടെ ഫോഴ്സും നോർമൽ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻ അല്ലേ ഫിസിക്കൽ ടു എം ഇൻറ്റു എ എന്ന് പറയുന്ന പോലെ. അതുപോലെ ടോർക്കും ആംഗുലർ ആക്സിലറേഷൻ തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ഫോർ എ റിജിഡ് ബോഡിയാണ്. ഒരു റിജിഡ് ബോഡിയുടെ ടോർക്കും അതുപോലെ തന്നെ അതിന്റെ ആംഗുലർ ആക്സിലറേഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഓക്കെ. Now we have to develop the fundamental relationship for the rotational dynamics of a rigid body. For that, we have to show that the angular acceleration of the rotating body is directly proportional to the sum of the torque components along the axis of rotation. Okay, that is proportional factor is called the moment of inertia. അതായത് ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ടേ പറഞ്ഞ ഫസ്റ്റിലല്ല നമ്മുടെ ആ ഒരു ന്യൂട്ടൺ ലോയും ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയൊക്കെ പഠിച്ചപ്പോഴേ പറഞ്ഞൊരു കേസാണ്. നമുക്ക് സാധാരണ എപ്പോഴും ഒരു ലീനിയർ മോഷൻ കേസ് ആണെങ്കിൽ ഓക്കെ ലീനിയർ മോഷനിൽ നമ്മൾ എങ്ങനെയാണോ മാസിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ മാസ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടല്ലോ ലീനിയർ കേസിൽ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷന്റെ കേസിൽ റൊട്ടേഷനിൽ എന്ത് കൺസിഡർ ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ദാറ്റ് ഈസ് ഐ. അപ്പോൾ നമുക്ക് ലീനിയർ മോഷനിൽ മാസ് എങ്ങനെ വരുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഡിറൈവ് ചെയ്ത് വരണം അതായത് അവിടുത്തെ എന്താണെന്ന് നമുക്കൊരു ആംഗുലർ ആക്സിലറേഷനുമായിട്ട് ഇതിനൊരു റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആംഗുലർ ആക്സിലറേഷനും ടോർക്ക് എന്നൊരു റിലേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യണം. ഓക്കെ ടെക്സ്റ്റുള്ള അതേ ഫിഗർ തന്നെയാണ് നമ്മൾ ആ ഫിഗർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്തുവാണ് ഈ ഒരു റിജിഡ് ബോഡി ഇങ്ങനെ ദാറ്റ് ഇസ് എ റിജിഡ് ബോഡി റൊട്ടേറ്റ്സ് അബൌട്ട് ആൻ ഇസഡ് ആക്സിസ്. ഓക്കെ ഇവിടുത്തെ ഇസഡ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ഇത് എക്സ് ആക്സിസ്. ഓക്കെ അപ്പോൾ ഈ ഒരു പാത്ത് കണ്ടല്ലോ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു ബോഡി എന്ത് ചെയ്യണം ഇതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഒരു അറ്റ് എ ഡിസ്റ്റൻസ് ആറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇരിക്കുന്നത് സെൻട്രൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് ആറിലാണ് നമ്മുടെ പാർട്ടിക്കിൾ റിജിഡ് ബോഡിയിലെ ഒരു പാർട്ടിക്കിൾ അവിടെ ഇരിക്കുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ആറിന് ലോങ്ങായിട്ട് ഇതെന്ത് ഫോഴ്സ് ആണ് അവിടുത്തെ റേഡിയൽ ഫോഴ്സ് ആണ് എഫ് റേഡിയൽ ഫോഴ്സ്. ഓക്കെ പിന്നെ എന്തുണ്ട് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അതായത് ഈ ഒരു പാത്തിന് ടാൻജന്റ് ആയിട്ട് കണ്ടോ ഇതാണ് അവിടുത്തെ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട് മുകളിലോട്ട് ഒരു ഫോഴ്സ് കമ്പോണന്റ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇത്രയും കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ ഇതിൽ എഫക്റ്റീവ് വരുന്ന ഏതായിരിക്കും ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ എഫക്റ്റീവില് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കമ്പൗണ്ട് വൈസ് എത്ര ഫോഴ്സസ് F1 വരുന്നുണ്ട് അതുപോലെ തന്നെ F2 എഫ് ടാൻജൻഷ്യൽ എഫ് ഇസഡ് ഓക്കെ 1Z 3 ഫോഴ്സസ് അവിടെ വരുന്നുണ്ട്. ഇതിൽ ശരിക്കും എഫക്റ്റീവ് വരുന്ന ഏതാണ് അവിടുത്തെ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. ഓക്കെ അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് ടാൻജൻഷ്യൽ ഫോഴ്സ് നമുക്ക് എടുക്കാം എഫ് ടാൻജൻഷ്യൽ ഈസ് ഈക്വൽ ടു M1 A1 ടാൻജൻഷ്യൽ അതായത് അവിടുത്തെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കൂടി നമ്മളിവിടെ കൺസിഡറേഷനിൽ എടുക്കുന്നു. മനസ്സിലായോ കാരണം ഇതിലൊന്നും ഒരു കമ്പൗണ്ട്സ് ഇല്ല അവിടെ കാരണം കമ്പൗണ്ട്സ് ഇല്ല എന്നല്ല എന്നില്ല വാലിഡിറ്റി ഇല്ല കാരണം അതൊന്നും എന്തല്ല അവിടെ ഒരു വർക്കും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫോഴ്സ് അവിടെ ഒന്നും ഒരു എഫക്റ്റും ചെയ്യുന്നില്ല. ഓക്കെ ആകെ ടാൻജൻഷ്യലി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഈ ഒരു ഫോഴ്സ് വർക്ക് ചെയ്തെങ്കിലോ റേഡിയൽ ഫോഴ്സ് വർക്ക് ചെയ്തെങ്കിൽ ഈ പാർട്ടിക്കിൾ എന്തെങ്കിലും മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. ഓക്കെ അല്ല മുകളിലോട്ടാണ് വർക്ക് ചെയ്യുന്നെങ്കിലോ അത് മുകളിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിലോ മുകളിലോട്ട് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ച് അവിടെ ഒരു വർക്ക് നടക്കുമായിരുന്നു. ഓക്കെ അപ്പോൾ അങ്ങോട്ടൊന്നും എന്തില്ല ഒരു കമ്പൗണ്ട്സ് ഇല്ല ഈ ഒരു ഡയറക്ഷൻ മാത്രമേ കമ്പൗണ്ട്സ് അവിടെ നമുക്ക് വരുന്നുള്ളൂ. സോ F1 ടാൻജൻഷ്യൽ ഈസ് ഈക്വൽ ടു M1 A1 ടാൻജൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എടുക്കാൻ സാധിക്കും. The tangential acceleration can be expressed in the terms of angular acceleration alpha z. Okay അതായത് ഇവിടുത്തെ ടാൻജൻഷ്യൽ ആക്സിലേഷൻ നോർമലി നമ്മുടെ ആക്സിലേഷൻ ലീനിയർ ആക്സിലേഷനും ഒരു ആംഗുലർ ആക്സിലേഷൻ റിലേഷൻ ആണ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ ടാൻജൻഷ്യൽ ആക്സിലേഷനും അതുപോലെ തന്നെ ലീനിയർ ആക്സിലേഷൻ തമ്മിലുള്ള ടാൻജൻഷ്യൽ ആക്സിലേഷൻ അല്ല നമ്മുടെ ഒരു റൊട്ടേഷണൽ ടാൻജൻഷ്യൽ റൊട്ടേഷൻ ഓക്കെ റൊട്ടേഷണൽ ആക്സിലേഷനും ലീനിയർ ആക്സിലേഷൻ റിലേഷൻ ആണ് ആൽഫ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സോറി എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ ഒരിക്കലും ആൽഫ എങ്കിലും മാറിപ്പോകില്ല ഇത് ആൽഫയാണ് കേട്ടോ നമ്മുടെ റൊട്ടേഷണൽ. ഓക്കെ റൊട്ടേഷണൽ കേസ് ഇത് നമ്മുടെ എന്താണ് ലീനിയർ കേസ്. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് എന്തെടുക്കാം ദാറ്റ് ഈസ് ദ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് A1 ടാൻജൻഷ്യൽ ഇസ് ഈക്വൽ ടു R1 ആൽഫ Z എന്ന് എടുക്കാം. ഓക്കെ ദാറ്റ് ഈസ് ദസ് വി ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ ആസ് F1 R1 is equal to M1 R1 square into alpha Z. വേറൊന്നും ചെയ്തില്ല
നേരെ തൊട്ട് മുൻപത്തെ ഇക്വേഷൻ കണ്ടല്ലോ. ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? F1 ഈസ് ഈക്വൽ ടു M1 A1 എന്നായിരുന്നു. ഓക്കെ. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? അവിടെ M1 A1ന്റെ സ്ഥാനത്ത് ഞാൻ അവിടെ R1 ആൽഫ ഇസഡ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ ഞാൻ 2 സൈഡിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്തു? ഇവിടെ കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. F1 ഇൻറ്റു M1 R1 ആൽഫ ഇസഡ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. 2 സ്ഥലം ഞാൻ ഓരോ R1 എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ F1 R1 ഓക്കെ. F1 R1 മീൻസ് എന്താണ്? F1 R1 F1 R1 എന്ന് പറയുന്നത് നമ്മുടെ ടോർക്ക് ആണ്. ഓക്കെ. F1 R1 ഈസ് ദ ടോർക്ക്. നമ്മുടെ ഇവിടുത്തെ ടോർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ M1 R1 സ്ക്വയർ M1 R1 സ്ക്വയർ മീൻസ് എന്തായിരിക്കും? മാസ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഡിസ്റ്റൻസ് സ്ക്വയർ. അത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന I ഇൻറ്റു ആൽഫ ഇസ് എന്ന് കിട്ടുന്നു. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു ആൽഫ ഇസ് എന്ന് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാർട്ടിക്കിളിന്റെ കേസാണ്. നിങ്ങൾ ആ ഫിഗർ ശ്രദ്ധിച്ചാണ് നമ്മൾ അവിടെ ആ ഒരു കൺസിഡറേഷനിൽ ഒരു പാർട്ടിക്കിളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൺസിഡറേഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പാർട്ടിക്കിൾസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത്? ഒരു വലിയൊരു ബോഡി ആയിട്ട് മാറുന്നു. ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദാറ്റ് ഈസ് വി ഹാവ് ടു ടേക്ക് ദ സമ്മേഷൻ. ഓക്കെ. കംപ്ലീറ്റ് ടോർക്കിന്റെ സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എടുക്കേണ്ടത് വരും. അപ്പോൾ നമ്മൾ ഓരോ സമ്മേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ ടോർക്ക് സമ്മേഷൻ എടുക്കുക. ദാറ്റ്സ് എന്ത് കിട്ടും? ടോ ഇസഡ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ ഇസഡ്. ഓക്കെ. അത് ഓരോ സമ്മേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു വയ്ക്കുക. ഇതാണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ടോർക്ക് ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ഓൾസോ ആംഗുലർ ആക്സലറേഷൻ റിലേഷൻ. ഓക്കെ. നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇതിനെ റൊട്ടേഷണൽ അലോഗ് ഓഫ് ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ. റിജിഡ് ബോഡിയുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ ഒരു റൊട്ടേഷണൽ കണ്ടീഷൻ എന്ന് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വിളിക്കാൻ സാധിക്കും. കാരണം നമുക്ക് അവിടെ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു M ഇൻറ്റു A എന്ന് എന്താണ് പറയുന്നത്? അതേ കാര്യം തന്നെ എന്ത് കിട്ടുന്നു? ഇവിടെ ടോർക്ക് ടോ ഇസഡ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ ഇസഡ് എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇസഡ് നിങ്ങൾ നോക്കണ്ട. കാരണം നിങ്ങൾ മുമ്പൊക്കെ പഠിച്ചപ്പോൾ അവിടെ ഇസഡ് എന്നോ 1 എന്നോ അങ്ങനെ നിങ്ങൾ നമ്പേഴ്സ് കൊടുത്തു കാണില്ല. ഇത് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ആക്സിസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഏത് ആക്സിസിലാണ് ഇവിടെ ടോർക്ക് ഒക്കെ ആക്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡയറക്ഷൻ മാത്രം ഇവിടെ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ എക്സാമിനേഷൻ അഥവാ ഏതെങ്കിലും ഒന്ന് എഴുതാൻ വിട്ടുപോയാൽ എന്ത് ചെയ്യും? അതവിടെ മാർക്കൊന്നും അങ്ങനെ കുറയാൻ പോകുന്നില്ല. എന്നാലും പറ്റുന്നുള്ളവർ എന്ത് ചെയ്യുക? മാക്സിമം എഴുതുക. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കളയില്ല. കാരണം ഇപ്പോൾ ടോർക്ക് ടോ ഇസഡ് എന്ന് കണ്ടു അടുത്ത് എഴുതുമ്പോൾ അടുത്ത് എക്സ് എന്നോ അങ്ങനെ എഴുതില്ല. കാരണം അത് മീനിങ് അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഡയറക്ഷൻ അവിടെ നോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? ഡയറക്ഷൻ നോട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ടോർക്ക് എക്സ് എന്ന് എഴുതാം ഈക്വൽ ടു I ഇൻറ്റു ആൽഫ ഒയ് ഇങ്ങനെ എഴുതി എന്തല്ല? മീനിങ് അല്ല. കാരണം എവിടെയാണോ ആക്സലറേഷൻ അതിന് ലോങ്ങായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ ടോർക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഇപ്പോൾ ആക്സലറേഷൻ കേസ് തന്നെ നമ്മളത് ഫോഴ്സിന്റെ കേസിലാണ് പറഞ്ഞു. അതുപോലെയാണ് ഇവിടെയും വരുന്നത്. ഫോഴ്സ് ഞാനിപ്പോൾ പോസിറ്റീവിലോട്ട് ഡയറക്ഷനിലോട്ട് ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ? പോസിറ്റീവ് ആക്സലറേഷൻ വരത്തുള്ളൂ. ഞാൻ നെഗറ്റീവ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താലോ? ഞാനിപ്പോൾ എക്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എ ഇങ്ങോട്ട് പോകും. ആക്സലറേഷൻ ഇങ്ങോട്ടായിരിക്കും വിച്ച് അലോങ് ദ എക്സ് ഡയറക്ഷൻ. ഓക്കെ. ഞാൻ വൈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താലോ? എങ്ങോട്ടേ വരത്തുള്ളൂ? ആക്സലറേഷൻ എക്സിലോട്ട് പോകും ഇല്ല. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ കോർഡിനേറ്റ് വരുന്നു. ഇതാണ് കോർഡിനേറ്റ്. ഓക്കെ. വൈയും എക്സും ഇസഡ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് എനിക്ക് മൂവ് ചെയ്ത് പോവേണ്ടത്. പക്ഷേ ഞാൻ ഫോഴ്സ് മുകളിലോട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ഈ ഒബ്ജക്റ്റ് മുകളിലോട്ടേ പോകത്തുള്ളൂ. ആക്സലറേഷൻ ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ എന്തല്ല? അതവിടെ മീനിങ് അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇസഡ് എന്ന കാര്യമൊക്കെ ഓർത്ത് എഴുതാൻ പറ്റുന്നത് മാത്രം അത് മെൻഷൻ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ എന്ന് മാത്രം എഴുതിയാൽ ഒരു പ്രശ്നം അവിടെ നമുക്ക് വരത്തില്ല. ഓക്കെ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ. ഓക്കെ. നമുക്ക് ഇതിന്റെ പ്രോബ്ലം ടെക്സ്റ്റ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം ടെക്സ്റ്റിലാണ് എൻ്റെ പ്രോബ്ലംസ് നിൽക്കുന്നത്. ഓക്കെ. ഞാൻ കുറച്ച് പ്രോബ്ലംസ് അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പ്രോബ്ലംസ് ആണ്. നമുക്ക് ഇതിനകത്ത് ഗൈഡിന്റെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അതിനകത്തില്ല. ആ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് പോവാം. ഓക്കെ. ഈ ഒരു ടോപ്പിക്സ് ഈ ഒരു PDF കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നോക്കുക. റിജിഡ് ബോഡി റൊട്ടേഷൻ എബൌട്ട് എ മൂവിങ് ആക്സിസ്. അടുത്ത ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് മീൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഒരേ സമയം തന്നെ ശരിക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ കയ്യിൽ ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് കറക്കി എറിയുന്ന വെച്ചോളൂ. ഒരു സ്റ്റിക്ക് എടുക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കറക്കി എറിയുവാണ്. ഓക്കെ. അപ്പോൾ അത് കറക്കി എറിയുമ്പോൾ ഒരു മൂവ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? ആ കമ്പിങ് നമ്മൾ എറിയുന്ന സമയത്ത് സ്റ്റിക്ക് എറിയുന്ന സമയത്ത് അതെന്ത് ചെയ്യും? റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് മൂവ് ചെയ്ത് ഫോർവേഡിലും പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങുന്നുമില്ല. അല്ലാതെ കറങ്ങാതെ മൂവ് ചെയ്ത് പോകുന്നുമില്ല. എന്ത് ചെയ്യുന്നു? രണ്ടും ഒരേ സമയം നടക്കുവാണ്.
നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു ബോൾ എന്ത് ചെയ്യാണ്? ഒന്ന് സ്പിൻ ചെയ്ത് എറിയുവാണ്. ഓക്കെ. ഒരു ക്രിക്കറ്റ് ബോൾ കയ്യിലിരിക്കുന്നു. നമ്മൾ സ്പിൻ ചെയ്ത് എറിയുന്നു. അപ്പോൾ അതിന് ഒരു സ്പിൻ മോഷനും ഉണ്ട്. അതേ സമയം തന്നെ എന്തുകൂടി വരുന്നുണ്ട്? ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ മോഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ശരിക്കും റിജിഡ് ബോഡി റൊട്ടേഷൻ എബൌട്ട് എ മൂവിംഗ് ആക്സിസ് എന്ന കൺസെപ്റ്റിൽ നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ. That is, the motion of a rigid body can be represented as the combination of translational motion and the center of mass. Okay. റൊട്ടേഷൻ മോഷന്റെ അതുപോലെ തന്നെ ഒരു ഇവിടെ ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് ട്രാൻസ്ലേഷൻ മോഷന്റെ റൊട്ടേഷൻ മോഷൻ എബൌട്ട് ആൻ ആക്സിസ് എന്നാണ് വരേണ്ടത്. ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടുപോയതാ. ഒന്ന് ഹൈലൈറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇത് രണ്ടും ഒരേ പോയിന്റ്സാ. ഓക്കെ. ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതേസമയം തന്നെ റൊട്ടേഷൻ മോഷൻ. കാരണം ഇതിപ്പോ കണ്ടോ? ഇതിന്റെ ഒരു ആഹ്, ഈ ഒരു കളർ ഇരിക്കുന്നത് ഏകദേശം ഓറഞ്ചും റെഡും. ഓക്കെ. 2 സൈഡും ഉണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുവാണ്? ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ റൊട്ടേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഉണ്ടോ? ഈ ഒരു ഓറഞ്ച് എന്ത് ചെയ്തു? ഈ സൈഡിലും റെഡ് ഇപ്പുറത്തും വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു മീനിങ്? റൊട്ടേറ്റ് ചെയ്തിങ്ങനെ പോവാണ്. ഓക്കെ. റൊട്ടേഷൻ മാത്രമാണെങ്കിൽ ഇതുപോലെയാണ് വരേണ്ടത്. റൊട്ടേഷൻ മാത്രമാണെങ്കിൽ. ലീനിയർ മോഷൻ മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമായിരുന്നെങ്കിലോ ഇതുപോലെയാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ ഞാൻ ഒരു കമ്പെടുത്ത് എറിയുന്ന ആ ഒരു കേസ് നിങ്ങളൊന്ന് ഓർത്തോളൂ. സ്റ്റിക്ക് എടുത്ത് നമ്മളിങ്ങനെ എറിയുവാണ്. ഓക്കെ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ ബോൾ സ്പിൻ ചെയ്ത് എറിയുന്നു. അപ്പോൾ അതൊക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. ഓക്കെ. റിജിഡ് ബോഡി മോഷൻ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. എന്തിന്റെ? ട്രാൻസ്ലേഷൻ മോഷന്റെയും അതേസമയം തന്നെ റൊട്ടേഷൻ മോഷന്റെ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ that is, here the figure illustrates for the motion of a tossed baton. The center of mass of baton allows a parabolic curve through the baton where parabolic locate was the center of mass. Okay. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും റൊട്ടേഷൻ മോഷൻ വരുന്ന സമയത്ത് റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഒരു പരാബോളിക് പാത്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ ശരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അവിടെ 15th യൂണിറ്റും 16th യൂണിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ടെക്സ്റ്റിലെ ഒരേ ടോപ്പിക്കാണ്. ഓക്കെ. നിങ്ങൾ 2 യൂണിറ്റ് ആയിട്ട് പഠിക്കൽ. ഇത് കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ. അത് നിങ്ങൾക്ക് സിലബസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് തരാനായിട്ട്, അതായത് കുറച്ച് തരാം പോർഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് ശരിക്കും ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇത് ഒറ്റ PDF ആക്കി ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് അടുത്ത ടോപ്പിക് ഒന്നുമല്ല, എന്ത് തന്നെയാണ് ഇതിന്റെ ബാക്കിയാണ് നമുക്ക് ഈ ഒരു കമ്പയർഡ് ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ മോഷൻ എനർജി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ അവിടെ നമുക്ക് പഠിക്കാൻ വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതേപോലെ തന്നെ റൊട്ടേഷൻ മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് the translation motion of the center of mass and the rotation about the center of mass. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കൈനറ്റിക് എനർജി, ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ എന്തുകൂടി വരുന്നുണ്ട്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഈസ് ദ സം ഓഫ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. എന്തുകൊണ്ട് മനസ്സിലായില്ല? കാരണം രണ്ടും ഒരേ സമയം നടക്കുവാണ്. രണ്ടും ഒരേ സമയം നടക്കുക മീൻസ് എന്ത് ചെയ്യുക? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി വരും. അതേ സമയത്തിന് എന്തുകൂടി വരും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കൂടി നമുക്ക് അവിടെ വരും. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് എനർജി റിലേഷൻ എടുക്കാം. നമുക്കറിയാം നമ്മുടെ ഒരു ലീനിയർ കൈനറ്റിക് എനർജി. ഓക്കെ. അതായത് ഒരു ലീനിയർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ദാറ്റ് ഈസ് അവിടെ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ K is equal to എന്ത് കിട്ടും? K is equal to half into m VCM സ്ക്വയർ. എന്തുകൊണ്ടാണ് VCM എടുത്തത്? കാരണം നമ്മളിവിടെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു പോയിന്റ് ആണ്. എന്താണ്? സെന്റർ ഓഫ് മാസിന് എലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. എല്ലാ ഒബ്ജക്റ്റിന്റെയും മോഷൻ എപ്പോഴും നമ്മൾ സെന്റർ ഓഫ് മാസ് തന്നെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെന്റർ ഓഫ് മാസിന് എലോങ് ആയിട്ടാണ് ആ ഒരു മൂവ്മെന്റ് എന്ന രീതിയിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കൺസിഡറേഷൻ അവിടെ എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നു VCM സ്ക്വയർ മീൻസ് സെന്റർ ഓഫ് മാസ് എലോങ് ആയിട്ട് വരുന്ന വെലോസിറ്റി. നമ്മൾ ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് പോകുമ്പോൾ ഇതിപ്പോൾ ഒരു വലിയൊരു ഒബ്ജക്റ്റ് ആണെന്ന് വെച്ചോളൂ. ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിന്റെ മോഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വെലോസിറ്റി. ഓക്കെ. ഈ ഒരു വെലോസിറ്റിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് നമ്മളൊരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തിയിട്ടേ ഈ ഒരു പോയിന്റാണ് ഫൈനൽ പോയിന്റ് എന്ന് വെച്ചോളൂ. ഈ പോയിന്റ് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുള്ളൂ? ഇതിന്റെ ലാസ്റ്റത്തെ ഒരു പാർട്ടിൽ ഇവിടെ എത്തത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന്റെ കൺസിഡറേഷൻ ഇപ്പോൾ എടുക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? VCM ആണ് എടുക്കുന്നത് എന്നൊരു കേസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. VCM സ്ക്വയർ എന്ത് ചെയ്തു? നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തു. K is equal to half m VCM സ്ക്വയർ. ഇനി അതേപോലെ എന്തൊരു ടേം കൂടി വരും? ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ ടേം വിത്ത് ദാറ്റ് ഈസ് റൊട്ടേഷണൽ. കാരണം റൊട്ടേറ്റിംഗ് കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ half ICM omega square. Okay, ICM omega square. That is center of mass along moment of inertia along the center of mass into omega square. ആ ടേം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ ഫസ്റ്റ് കേസിൽ പറയേണ്ടത്. കാരണം കൈനറ്റിക് എനർജി K is equal to half m VCM square plus half ICM omega square. റൊട്ടേഷന്റെയും അതുപോലെ തന്നെ എന്താണ് ലീനിയറിന്റെയും കേസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ.
ഇനി that is consider typical particle of mass mi as shown in the figure. That is velocity vi of this particle relate to an initial frame, then the vector sum of the velocity vcm of the center of mass and velocity v of the particle relate to the center of mass എന്ന് പറഞ്ഞു തരാം. അതായത് ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, റിജിഡ് ബോഡിയുടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, ഇങ്ങനെ റൊട്ടേഷൻ മോഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് ലോങ് ആയിട്ട് എന്തുണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്, അതാണ് വി സി എം എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പാർട്ടിക്കിളിന് എന്തുണ്ട്, അവിടെ വെലോസിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് വെലോസിറ്റി വി ഐ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ റൊട്ടേറ്റിംഗ് ട്രാൻസ്ലേറ്റിംഗ് റിജിഡ് ബോഡി ഇസ് ഈക്വൽ ടു വെലോസിറ്റി വി സി എം ഓഫ് ദ സെന്റർ ഓഫ് മാസ് പ്ലസ് ദ പാർട്ടിക്കിൾസ് വെലോസിറ്റി റിലേറ്റഡ് ടു സെന്റർ ഓഫ് മാസ്. ഓക്കെ, അതായത് ഒരേ സമയം തന്നെ സെന്റർ ഓഫ് മാസിന് ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഒരു വെലോസിറ്റി ഉണ്ട്. അതേസമയം തന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു പാർട്ടിക്കിളിന് എന്തുണ്ട്, ഒരു വെലോസിറ്റി, അഡീഷണൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, കാരണം അതിന്റെ മൂവ്മെന്റ് കാരണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റൊട്ടേഷൻ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്. സെന്റർ ഓഫ് മാസ് ലോങ് ഇങ്ങനെ ഇതിപ്പോ മൂവ്മെന്റ് ആണ് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുവാണ്. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. അപ്പോൾ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തുണ്ട്, അതിന്റെ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നു. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ റൊട്ടേറ്റും കൂടി ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റൊട്ടേഷൻ മോഷൻ എന്തുണ്ട്, അതിന്റെ ഒരു വെലോസിറ്റി ഇല്ലേ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, റൊട്ടേറ്റ് ചെയ്തു, രണ്ട് വെലോസിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വി ഐ ഇസ് ഈക്വൽ ടു വി സി എം പ്ലസ് വി ഐ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വി ഐ ഡാഷ് ആണ് കേട്ടോ ഇവിടെ, വി ഐ ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് ഇത്, വി ഐ ഡാഷ് മീൻസ് അടുത്തൊരു റിലേറ്റീവ് എന്താണ് വെലോസിറ്റി ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി. That is, we are getting kinetic energy Ki of the particle in the initial frame is equal to half m1 v1 square, which can be expressed as, that is, in half m into വി ഐ ഇൻറ്റു വി ഐ എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്തു, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ കൊടുത്തു. എന്താണ്, എം വി സ്ക്വയർ ആണ്, ഹാഫ് എം വൺ വി വൺ സ്ക്വയർ ആണ്, വി ഐ സ്ക്വയർ ആണ്. എന്ത് ചെയ്തു, അതിനൊന്ന് ജസ്റ്റ് ഞാനോട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ടേം കൂടി അവിടെ ഞാൻ അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ടേം ഇവിടെയും കൊടുത്തു, ഇതേപോലത്തെ ടേം തന്നെ എന്ത് ചെയ്തു, വീണ്ടും ഇവിടെ കൂടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് ഹാഫ് എം വൺ ബി സി എം പ്ലസ് വി ഐ ഡാഷ് ഇൻറ്റു ബി സി എം പ്ലസ് വി ഐ ഡാഷ് എന്ന് കിട്ടിയത്. എന്ത് ചെയ്യാണ്, നമുക്ക് രണ്ടിനെയും ആഡ് ചെയ്ത് എന്ത് ചെയ്യാം, സ്ക്വയേഴ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന മെത്തേഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഡയറക്റ്റ് എടുത്താൽ ഇത് തന്നെ വരും. പിന്നെ ആ ടെക്സ്റ്റിൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്സ് കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചത്. നമ്മുടെ മെയിൻ ടെക്സ്റ്റിലും ഇതേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് എടുത്താൽ എന്തിനു കിട്ടും, പി സി എം പ്ലസ് വി ഐ ഡാഷ് ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നോട് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എടുക്കാം, ഇതിപ്പോ ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, കെ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ith പാർട്ടിക്കിളിന്റെ മാത്രം. അതുപോലത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബോഡിയെ സംബന്ധിച്ച് ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാത്തിന്റെയും സമ്മേഷൻ നമ്മളിവിടെ എടുക്കണം. സോ ദ ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ റിസൾട്ടന്റ് കൈനറ്റിക് എനർജി എത്രയായിരിക്കും, ദ റിസൾട്ടന്റ് കൈനറ്റിക് എനർജി ഓർ ടോട്ടൽ കൈനറ്റിക് എനർജി ഇസ് ദ സം ഓഫ് ഓൾ കെ ഐ. ഓക്കെ, സിഗ്മ കെ ഐ ആണ് അവിടുത്തെ റിസൾട്ടന്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഓൾ ദ പാർട്ടിക്കിൾ ദാറ്റ് മേക്ക് അപ്പ് ദ ബോഡി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ സബ്മേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഓരോ പാർട്ടിലും എന്ത് ചെയ്യുന്നു, സബ്മേഷൻ കൊടുക്കുന്നു. കാരണം ഇത് നമുക്ക് കുറച്ച് ടേംസ് തുടർന്ന് ക്യാൻസലേഷൻ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുവാണ്, ഇതിനകത്തോട്ടെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, സബ്മേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഹാഫ് എം ഐ ബി സി എം സ്ക്വയർ, അടുത്ത് വീണ്ടും ഇവിടെ ഹാഫ് കൊടുക്കുന്നുണ്ടോ, ഓരോ ടേംസിലും എന്ത് ചെയ്തു, ആ ഹാഫും എം ഐ മൾട്ടിപ്ലൈ ചെയ്ത് സബ്മേഷൻ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. സോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ടു ടു ക്യാൻസലേഷൻ വരും. പിന്നെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു സിഗ്മ എം ഐ ബി സി എം സ്ക്വയർ പ്ലസ് വി സി എം പ്ലസ് സിഗ്മ എം ഐ വി വൺ വി ഐ ഡാഷ് സ്ക്വയർ പ്ലസ് സിഗ്മ ഹാഫ് എം ഐ വി ഐ ഡാഷ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ ഈ ആദ്യത്തെ സിഗ്മ എം ഐ ഉണ്ടല്ലോ, അത് നമ്മൾ ക്യാപിറ്റൽ എം ആക്കി മാറ്റുന്നു. അതെന്താണ്, ആ ബോഡിയുടെ ടോട്ടൽ മാസ് ആണ്. ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് ദ ബോഡിയാണ്. ഓരോ സ്മോൾ എം ഐ ചേർന്ന് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ എം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടേം എന്താണ്, സെക്കൻഡ് ടേം അവിടെ നമുക്ക് സീറോ ആയിട്ട് പോകും. ഓക്കെ, ഈ ഒരു ടേം എന്താവും, സീറോ ആയിട്ട് പോകും. കാരണം ഇവിടെ സിഗ്മ എം ഐ വി ഐ ഇസ് ദ എം ടൈംസ്, അതായത് ആ ഒരു is the velocity of center of mass related to the center of mass, that is always zero by definition. ഓക്കെ, അതായത് ആ ഒരു എന്താ കറക്റ്റ് ശരിക്കും റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഓക്കെ, സെന്റർ ഓഫ് മാസിന് ലോങ് ആയിട്ട് വരുന്ന ഒരു റിലേറ്റീവ് വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇവിടുത്തെ ഒരു റിലേറ്റീവ് വെലോസിറ്റി ആണ്. അത് വി സി എമ്മും വി ഐ ഡാഷ് എന്ന് പറയുന്നത് രണ്ട് ടേംസ് വരുന്നുണ്ട്. ഈ രണ്ട് ടേംസും ബൈ ഡെഫിനിഷൻ എന്താണ്, അതവിടെ സീറോ ആണ്. ഓക്കെ, അതായത്
ഒന്ന് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി. ഓക്കെ, സെന്റർ ഓഫ് മാസിന്റെ. മറ്റൊന്നെന്താണ് സെന്റർ ഓഫ് മാസിന് റിലേറ്റീവ് ആയിട്ട് വരുന്ന വെലോസിറ്റി. ഓക്കെ, ഇത് വായിക്കുമ്പോൾ തെറ്റിപ്പോലെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിലേറ്റീവ് ടു ദ സെന്റർ ഓഫ് മാസ്. ഓക്കെ, സെന്റർ ഓഫ് മാസിന് റിലേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി ആണ് എന്ത് വരുന്നത് അവിടെ നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരു റിലേഷനിൽ ശരിക്കും എന്താണ് അതവിടെ സീറോ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെലോസിറ്റി എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതെന്തായി പോകും, അവിടെ നമുക്ക് സീറോ ആയിട്ട് പോകും. ദാറ്റ് ഈസ് ലാസ്റ്റ് ടേം ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ compute by the speed with respect to the center of mass, and that is the kinetic energy of rotation. Okay, അതിൽ കിട്ടിയ ഏറ്റവും ലാസ്റ്റ് ടേം. ഓക്കെ, ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും വി ഐ ഡാഷിന്റെ സ്ക്വയർ ആണ്. ഈ വി ഐ ഡാഷ് നിങ്ങൾ ഈ ഫിഗറിൽ ശ്രദ്ധിച്ച് കാണും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ വി ഐ ഡാഷ് ഓക്കെ അത് ശരിക്കും ഒരു ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റി ആണ്. കണ്ടോ, ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്ന ഒരു വെലോസിറ്റി ആണ്. സോ അത് മാത്രം വരുമ്പോൾ അത് എന്താണ്, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിനവിടെ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് മാറ്റിയിട്ട് എന്താക്കി മാറ്റാം, അതിന് ഞാൻ അവിടെ ഹാഫ് ഇൻറ്റു ICM ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, നിങ്ങൾ ഇത് രണ്ടും ഡയറക്റ്റ് എടുക്കുക, അറിഞ്ഞിരിക്കുക. ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് സെക്കൻഡ് കേസിൽ വരുന്നത് സീറോ ആകും എന്ന കാര്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓർത്തിരിക്കണം. അത് ഓർമ്മിച്ചെടുത്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് ഇരിക്കേണ്ടി വരും. ക്യാൻസലേഷൻ ചെയ്യാൻ വേറെ മെത്തേഡ് ഒന്നും അവിടെ ഇല്ല. നമ്മളത് ചിന്തിച്ച് എന്ത് ചെയ്യണം, ഈ ഒരു സെന്റൻസ് അവിടെ കൊടുക്കണം. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിലേറ്റീവ് ടു ദ സെന്റർ ഓഫ് മാസ് ആണ് എന്ത് വരുന്നത് അവിടുത്തെ. ബൈ ഡെഫിനിഷൻ എന്താണ്, അതവിടെ സീറോ ആയിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നില്ല, വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് വരുന്ന ടേം എന്ത് തന്നെയാണ്, ഹാഫ് ICM ഒമേഗ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അതെന്താ റൊട്ടേഷൻ കേസ് ആണ്. ഓക്കെ, റൊട്ടേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് റൊട്ടേറ്റിംഗ് എഫക്റ്റിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, നോക്കി അവിടെ എഴുതുക. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദറ്റ് ഈസ് റൊട്ടേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ മോഷനും കമ്പൈൻ ചെയ്ത് വരുന്ന കേസിൽ വരുന്ന കമ്പൈൻഡ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എനർജി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി മാത്രമേ വരൂ, കാരണം മൂവിങ്ങിലാണ്. ഓക്കെ, മൂവിങ് ആണ്. സോ കൈനറ്റിക് എനർജി റിലേഷൻ മാത്രമേ അവിടെ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, ടോട്ടൽ എനർജി സം ഓഫ് റൊട്ടേഷൻ കൈനറ്റിക് എനർജി ആൻഡ് എന്താണ് ലീനിയർ കൈനറ്റിക് എനർജി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ നോക്കിയത്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ in the case of a combined motion the total energy is the sum of rotational kinetic energy and translational kinetic energy. അങ്ങനെ ചോദിച്ചാൽ ഈ ഒരു ആൻസർ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഇനി അടുത്ത ടോപ്പിക്കാണ് ദാറ്റ് ഇസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, അതായത് എന്താണ് ഇവിടെ ശരിക്കും കറക്റ്റ് റോളിംഗ് എഫക്റ്റ് ആണ്. റോളിംഗ് എന്ത് ചെയ്യില്ല, ഇടയ്ക്കത് സ്ലിപ്പിംഗ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ സ്ലിപ്പ് ചെയ്യില്ല മീൻസ് എന്താണ് ശരിക്കും വരുന്നത്, ഇപ്പോൾ ഒരു ടയർ റോഡിൽ കൂടി മൂവ് ചെയ്യുവാണെന്ന് വെച്ചോളൂ. ഓക്കെ, കാറിന്റെ ടയർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈക്കിലോ കാറോ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുവാണ്. അപ്പൊ ശരിക്കും ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു പോയിന്റിലെ വെലോസിറ്റി ശരിക്കും സീറോ ആണ്. അതായത് ആ റോഡിന്റെ സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. എന്തുകൊണ്ടാണ്, എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും എന്ത് ചെയ്യും, ഇത് സീറോ മാറിയിട്ട് ഇത് എന്ത് ചെയ്യും, ഇവിടെ റൊട്ടേഷൻ നിൽക്കുവാണ്. റൊട്ടേഷൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുവാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ എന്ത് വരും, അവിടെ ഒരു വെലോസിറ്റി ഫോം ചെയ്യും. അതായത് നമ്മൾ റോഡിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് ഈ റോഡും അതുകൊണ്ട് ആ ടയറുമായിട്ട് വരുന്ന ആ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് എപ്പോഴും എന്തായിരിക്കും, അവിടെ നമുക്ക് സീറോ ആയിരിക്കും. അങ്ങനെ സീറോ ആയി കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, എപ്പോഴാണ് സ്ലിപ്പ് ആവുന്നത്, ഇവിടെ എന്തെങ്കിലും ഒരു വെലോസിറ്റി കമ്പൗണ്ട് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, സ്ലിപ്പിംഗ് അവിടെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗിൽ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആ ടോപ്പിക്സ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എന്താണ് ഈ ഒരു പോയിന്റ്, ദാറ്റ് ഇസ് വീൽ ഈസ് ഇൻസ്റ്റന്റീനിയസ്ലി അറ്റ് റെസ്റ്റ് വെൻ ഇറ്റ് ഈസ് കോൺടാക്ട് ദ ഗ്രൗണ്ട്. ഓക്കെ, ഇൻസ്റ്റന്റീനിയസ്ലി കമ്പൈൻഡ് മോഷൻ അല്ലെങ്കിൽ ഒരു ശരിക്കും ഇത് എന്ത് തന്നെയാണ്, ഒരു ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അവിടെ എന്ത് ചെയ്യുവാണ്, സർഫസിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, സീറോ വന്നു കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, കാരണം ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ മോഷൻ മനസ്സിലാവും പറയുന്നത്. ഇപ്പോൾ ഒരു ടയർ, നമ്മുടെ വെഹിക്കിളിന്റെ ടയർ തന്നെയായാലും ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസ് എന്ത് തന്നെയാണ്, കമ്പൈൻഡ് മോഷൻ തന്നെയാണ്. ഓക്കെ, ഒരു ട്രാൻസ്ലേഷൻ മോഷൻ അതിന്റെ ഡയറക്ഷൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാം എന്താണ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ്. ഇനി അത് ഇവിടെ വരുമ്പോഴോ റൊട്ടേഷൻ ആവുന്ന സമയത്തോ ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിട്ട് മാറ്റും. ഓക്കെ, കണ്ടോ, ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഈ കോമ്പിനേഷൻ വരുമ്പോൾ ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും കോമ്പിനേഷൻ ആവുന്ന സമയത്ത് ഇത് ശരിക്കും ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി ക്യാൻസൽ ഔട്ട് ആവും. ഓക്കെ, ക്യാൻസൽ ഔട്ട് ആവുന്ന ഇവിടെ നമുക്ക് VA = 0 നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് കിട്ടും. കണ്ടോ, ഈ വരുന്ന ഫോഴ്സ് ഒരു കാണിച്ചു തരാം ഇവിടെ. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, ഒന്നുകൂടി ഇതൊന്ന് ഫിഗർ അനലൈസ് ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, BCM. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, വെക്ടറിന്റെ
ലെങ്ത് കൂടിയുണ്ടോ എന്ത് ചെയ്തു? ഇത് രണ്ടും ഇവിടെ റിസൾട്ടന്റ് ആയിട്ട് ആഡ് ചെയ്തെടുത്തു. ഓക്കെ. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ നമുക്കൊരു 90 ഡിഗ്രി ഇവിടെ എന്താണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ റിസൾട്ടന്റ് എങ്ങനെ വരും? റിസൾട്ടന്റ് നമുക്കവിടെ 45 ഡിഗ്രി ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. കാരണം അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം, റൊട്ടേഷനും ചെയ്യണം. അത് ഒരേ സമയം തന്നെ ഈ ഒരു വെക്ടറിന് റൊട്ടേറ്റിംഗ് എഫക്റ്റും കൊടുക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ട്രാൻസ്ലേഷൻ മോഷനും കൂടെ കൊടുക്കണം. അപ്പോൾ അത് 45 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നത്? ആ ഒരു വെക്ടർ അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ എന്ത് കിട്ടും? V4ന്റെയും അതും അവിടെ ഒരു റിസൾട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്തു? അതവിടെ ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ അത് ശരിക്കും എന്താണ്? ദാറ്റ് ഈസ് വീൽ ഈസ് ഇൻസ്റ്റന്റനിയസ് അറ്റ് റെസ്റ്റ് വെൻ ഇറ്റ് ഈസ് കോൺടാക്ട് വിത്ത് ഗ്രൗണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വെലോസിറ്റി അവിടെ നമുക്ക് എന്താണ്? അവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓക്കെ. ഇതാണ് നമുക്ക് ആ ഒരു റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗിൽ അവിടെ നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഓക്കെ. ഇതില് അതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. This point contact the surface must be instantaneous so that it does not slip. ഓക്കെ. അവിടെ എന്തായിരിക്കും? അവിടെ നമുക്ക് വെലോസിറ്റി 0 അപ്പോൾ എന്ത് ചെയ്യില്ല? സ്ലിപ്പ് ചെയ്ത് പോകത്തില്ല. ഓക്കെ. വെലോസിറ്റി അവിടെ നമുക്ക് 0 ആയിരിക്കും. ദെൻ ഇവിടുന്ന് റേഡിയസിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ. VCM is equal to R omega. VCM is equal to R omega എന്ന കണ്ടീഷനാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? നമുക്കവിടെ സ്ലിപ്പ് ചെയ്യാതെ എന്ത് ചെയ്ത് പോകാൻ പറ്റുന്ന? റോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ R അവിടുത്തെ വീലിന്റെ റേഡിയസും ഒമേഗ എന്താണ്? ദാറ്റ് ഈസ് അബൌട്ട് ദ ആംഗുലർ സ്പീഡുമാണ്. ഈ ഒരു ടേംസിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെലോസിറ്റി ഇതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ആ ഒരു മോഷന്റെ കേസിലും നമ്മൾ കൈനറ്റിക് എനർജി റിലേഷൻ എടുത്ത് എന്ത് ചെയ്യാൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? കൈനറ്റിക് എനർജി റിലേഷൻ എടുത്ത് നമുക്ക് സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ആ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ റിലേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ പാരലാക്സ് തിയറം. ഓക്കെ. നമ്മൾ ഈ ടോപ്പിക്കിൽ ലാസ്റ്റ് ചെയ്യുന്ന തിയറം ആണ് പാരലാക്സ് തിയറം. അപ്പോൾ അതിൽ I=ICM + mr² എന്ന ഇക്വേഷൻ കൊടുത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജിയിൽ നമ്മൾ ഈ ഐക്ക് പകരം ഓക്കെ റൊട്ടേഷൻ മോഷൻ ഐക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഈ ഒരു ഐക്ക് പകരം ICM + mr² എന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു ഒമേഗ² ഉണ്ട്. ICM + mr² എന്ന് കിട്ടും. ഇത് നമ്മുടെ എന്തെന്ന് ഓർക്കുന്നുണ്ടോ? പാരലാക്സ് തിയറം ആണ്. ഓക്കെ. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക റൊട്ടേഷൻ മോഷന്റെ കേസിൽ നമുക്ക് സെന്റർ ഓഫ് മാസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്തൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് ആ സെന്റർ ഓഫ് മാസിന് പാരലായിട്ട് വരുന്ന ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് I=ICM + mr² എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? അത് നമ്മളിവിടെ കമ്പൈൻ ചെയ്തെടുത്തു. ദാറ്റ് ഈസ് അത് കൊടുക്കുന്ന സമയത്ത് എത്ര കിട്ടും? ഹാഫ് ICM omega² + ഹാഫ് mr² omega². ഓക്കെ. r² omega² VCM ആണ്. ഓക്കെ. VCM ആണ്. സോ VCM² എന്ന് കിട്ടും. ഇതാണ് ഹാഫ് ICM omega² + ഹാഫ് m VCM² എന്ന് കിട്ടും. ഓക്കെ. ഇത് ആ ഒരു റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ്. ഓക്കെ. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് ഡിറൈവ് ചെയ്ത് എടുക്കുക. കാരണം നമുക്ക് ആ റേഡിയസും അതുപോലെ തന്നെ ആ ഒരു വീലിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുത്തു വരുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എടുക്കാനായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ. പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ശരിക്കും റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുവാണ്. ഒരു പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്ത് വരുന്നത്. അപ്പോൾ റിജിഡ് ബോഡി മൂവ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ കമ്മിങ് ടു പ്ലേ. ഓക്കെ. ഒരു സർഫസ് ഒരു കോൺടാക്ട് വരുമ്പോൾ എന്ത് ചെയ്തോളും? ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ ശരിക്കും നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളതാണ് എന്ത് ചെയ്യുക? ശരിക്കും ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്തേ? കറക്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് ചാടിപ്പോകും. ഓക്കെ. ഫ്രിക്ഷൻ ഫോഴ്സിന് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് വരാൻ പറ്റുന്നത്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സർഫസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ഓക്കെ സർഫസ് സ്മൂത്ത് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ റോൾ ചെയ്ത് താഴോട്ട് വരും. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സർഫസ് ഈസ് പൈൽസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് എ സ്പിയർ. ദ സ്പിയർ റൈറ്റ്സ് എ ഷോളോ ട്രെഞ്ച്. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വന്നത് മീറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ടെൻഡൻസി ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്ട്രാ ഫോഴ്സ് അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ആക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ഒരു ടോർക്ക് ഓക്കെ എന്ത് ചെയ്യും? അവിടെ ജനറേറ്റ് ചെയ്യും. കാരണം ഒരു എന്താ ഒരു ബമ്പിങ് പോലത്തെ എന്തെങ്കിലും ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? ടോർക്ക് അവിടെ നമുക്ക് എഫക്റ്റീവ്ലി വരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും എന്ത് ചെയ്യുവാണ്? ഈ ഒരു സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഒരു ഡീഫോർമാലിറ്റി വരാം. ദാറ്റ് ഈസ് അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയിൽ ചെറിയൊരു ലോസിങ് വരാം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇത് റെസ്റ്റിലോട്ട് മാറും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഒരു എന്താ ഇമോഷണൽ ഒരു സ്പീഡ് കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വരാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല.
നമ്മുടെ സർഫസ് എത്രത്തോളം സ്മൂത്ത് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ അവിടെ കുറവായിരിക്കും. എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ശരിക്കും ആ ഒരു ഫ്രിക്ഷൻ അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സർഫസും ശരിക്കും എന്തല്ല 100% സ്മൂത്ത് അല്ല, അവിടെ എന്തുണ്ട്, ഒരു അബ്നോർമാലിറ്റി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു അബ്നോർമാലിറ്റി കാണിക്കുന്നുണ്ട്. അബ്നോർമാലിറ്റി കാണിക്കുമ്പോൾ എന്ത് വരും, അവിടെ ഇതിലൊരു റിസൾട്ടന്റ് ചേഞ്ച് വരും. ഓക്കെ, ആ ഒരു വാല്യൂസിലൊക്കെ റിസൾട്ടന്റ് ചേഞ്ച് അല്ലെങ്കിൽ എനർജി അവിടെ ലോസ് ആവും. അപ്പോൾ ഇത്തരം ഒരു ഫിനോമിന നമ്മൾ എന്ത് പറയുന്നത്, റോളിംഗ് ഫ്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ വൈസ് പറയുന്നുണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ഓൾസോ occur of the rolling bodies deformed such as automobile tire. Often the rolling body and the surface are rigid enough rolling friction can be ignored, that we assume in all the examples in section. അതായത് ഇപ്പോ ഈ ഫിഗറിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്, ഇവിടെ ഒരു അബ്നോർമാലിറ്റി വന്നു. ഓക്കെ, ഇവിടെ അബ്നോർമാലിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് ബോഡിയിൽ ഒരു അബ്നോർമാലിറ്റി വരാം. അപ്പോൾ നമ്മളൊരു ടയർ ആണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടയറിന്റെ കേസ് നോക്കുന്നു. അപ്പോൾ ടയറിന്റെ കേസിലും ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുവാണെങ്കിൽ ടയറിന്റെ സർഫസ് നമ്മൾ അറിയാലോ, എന്ത് ചെയ്യും, നമ്മൾ അത്രയും സ്മൂത്ത് അല്ല. കാരണം നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റോഡിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടയറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ട്. കാരണം എന്താ, നമുക്ക് റോഡിൽ പോകണമെങ്കിൽ ഫ്രിക്ഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സർഫസിന്റെ അബ്നോർമാലിറ്റി കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രിക്ഷൻ അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം ഇവിടെ പറയുന്നുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ ഡെഫിനിഷൻ വൈസ് നമുക്ക് എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമുക്ക് അലോങ് എ റോളിംഗ് പാത്ത്, റോളിംഗ് പാത്തിൽ എന്തെങ്കിലും ഡീഫോർമേഷൻ, ഒന്നുകിൽ റോളിംഗ് പാത്തിലോ അല്ലെങ്കിൽ റോളിംഗ് ബോഡിയിലോ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ല സർഫസിന്റെ സ്മൂത്ത്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ആ ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യും, മെക്കാനിക്കൽ എനർജി ലോസ് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അതൊന്ന് വായിച്ചു വെച്ചേക്കാം. പിന്നെ വരുന്ന വർക്ക് ആൻഡ് പവർ ഇൻ എ റൊട്ടേഷണൽ മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഫോഴ്സ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ വർക്കിനെ കുറിച്ച് അവിടെ അറിയണം. ഓക്കെ, വർക്ക് ആൻഡ് പവർ ഇൻ എ റൊട്ടേഷണൽ മോഷൻ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്, നമ്മൾ പല രീതിയിലുള്ള റൊട്ടേഷൻ മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അറിയാം പവർ, വർക്ക്, പവർ, ഇതൊക്കെ റൊട്ടേറ്റിംഗ് എഫക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺസിഡറേഷൻ എടുക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മെയിൻ ഗോ റൗണ്ടിൽ എന്ത് ചെയ്യണം, കുട്ടി ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ശരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ആ ഒരു എക്സ്പ്ലനേഷൻ, വർക്കിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, സോറി, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താണ് വർക്ക് എന്ന് പറയുന്നത്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു വർഡൻ എടുക്കാം, ഒരു ചെറിയ പോർഷൻ എടുക്കാം, ഡി എസ് എന്ന പോർഷൻ വിത്ത് ഡി തീറ്റ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡി തീറ്റ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഒരു എഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. അവിടെ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, അവിടെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ചെറിയൊരു എന്താ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡി എസ്. അപ്പോൾ ഡി ഡബ്ല്യു ചെറിയൊരു വർക്ക് നടന്നപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് ടാൻജൻഷ്യൽ ആണ്. സോ ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്തു, അവിടെ നമുക്ക് നടന്നതാണ് ഡി എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ടാൻജൻഷ്യൽ ഇൻറ്റു ഡി എസ്. ഈ ഡി എസ് മീൻസ് എന്താണ്, ശരിക്കും ഇവിടെ ആർക്കാണ് കേട്ടോ, ഈ ഒരു ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്തും റേഡിയസും തീറ്റ എന്നുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. ഓക്കെ, റേഡിയസ് ഇൻറ്റു ആംഗിൾ, ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ എന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡി എസിന്റെ വാല്യൂ അവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം നമ്മൾ സർക്കിളിൽ നമുക്ക് ഇത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സർക്കിളിൽ ഇങ്ങനത്തെ ഒരു ലെങ്ത് മെഷർ ചെയ്യുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. സർക്കുലർ പാത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ റേഡിയസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, തീറ്റ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആറിന്റെ ഡി തീറ്റ എന്ന ടേംസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ടാൻജൻഷ്യൽ ആർ ഡി തീറ്റ എന്ന് കിട്ടും. പക്ഷേ ആറും എഫും വന്നാൽ എന്ത് സംഭവിക്കും, എഫും ആറും ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, എഫ് ഇൻറ്റു ആർ, എഫും ആർ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോർക്ക് ടോ ഇസഡ് ഇൻറ്റു ഡി തീറ്റ എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ചെറിയൊരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വർക്കാണ്. ഇനി നമുക്ക് പറയാം, ഇവിടെ നമുക്കൊരു മൂവ്മെന്റ് ഫ്രം തീറ്റ 1 ടു തീറ്റ 2. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ തീറ്റ 1 ആയിരുന്നു, തീറ്റ 1 നിന്ന് തീറ്റ 2 മൂവ് ചെയ്ത് പോയത്. അപ്പോൾ തീറ്റ 1 നിന്നും തീറ്റ 2 നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 ഡോ ഇസഡ് ഡി തീറ്റ. ഓക്കെ, ഡോ ഇസഡ് ഡി തീറ്റ നമ്മൾ എന്ത് ചെയ്ത് വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുക. ഇന്റഗ്രേഷൻ തീറ്റ സോറി ഡി ടോ എന്താണ്, ടോ അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്, ടോയ്ക്ക് വേറെ വേരിയേഷൻ ഒന്നും ഇല്ല. സോ ഇന്റഗ്രേഷൻ എവിടെ വരത്തുള്ളൂ, ഇന്റഗ്രൽ ഡി തീറ്റ. ഓക്കെ, ഇന്റഗ്രൽ ഡി തീറ്റ എന്ത് കിട്ടാം, ഫ്രം തീറ്റ 1 ടു തീറ്റ 2 എന്തായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്, തീറ്റ
θ1 to θ2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് θ2 മൈനസ് θ1 എന്ന് കിട്ടും. ദാറ്റ് ഇസ് എന്ന് പറയാം അതിനെ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്താണ്? W is equal to tau into ഡെൽറ്റ തീറ്റ. നമുക്ക് ലീനിയർ കേസിലോ W is equal to F into S എന്ന് കിട്ടും. അതുപോലെ ഇവിടെ എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് tau into d θ ആണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അതിന്റെ റൊട്ടേഷൻ അനലോഗസ്. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ദ വർക്ക് ഇൻ ജൂൾസ്. ഓക്കെ, ജൂൾസിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, കഴിഞ്ഞാൽ ടോ പ്ലസ് വർക്ക് റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ക്യാൻ ബി എക്സ്പ്രസ് ആസ് ദ വർക്ക് ഡൺ. ഓക്കെ, അതായത് നമുക്ക് വർക്ക് എനർജി തിയറി ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് പറയാം W is equal to tau into d θ ആണ്. ടോക്ക് ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു? ടോയ്ക്ക് tau is equal to I into ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് നമ്മുടെ സാധാരണ F is equal to MA എന്ന് പറയുന്ന റിലേഷൻ എടുക്കുന്നു. അപ്പോൾ F is equal to MA ആണെങ്കിൽ tau is equal to I into ആൽഫ എന്ന് എന്ത് ചെയ്യാം? നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ആൻഡ് I ആൽഫ എന്ത് കിട്ടും? I ആൽഫ into d θ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എടുക്കാം ആൽഫ. ആൽഫ എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ആംഗുലാർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എടുക്കുന്നു. ദാറ്റ് ഇസ് I ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി ഇൻറ്റു ഡി ടോ എന്ന് എടുക്കുന്നു. ഓക്കെ, ഡി ടോ ഇതിൽ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നു? I ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി ഒമേഗ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? നമ്മളവിടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെടുത്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് ദാറ്റ് ഇസ് വി ക്യാൻ റൈറ്റ് I ഒമേഗ. ഓക്കെ, അതായത് നമുക്കൊരു കിട്ടിയ വാല്യൂ തരുന്നു ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി. ഒരു സർക്കുലർ മോഷന്റെ കേസിൽ ഇവിടെ നമുക്ക് തീറ്റ ഇവിടെ എന്ത് ചെയ്യുന്നു? ശരിക്കും അത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ തീറ്റ എന്ന് പറയുന്നത്? ഡി തീറ്റ ബൈ ഡി ടി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്താണ്? അവിടുത്തെ വെലോസിറ്റി ആണ്. അങ്ങനെ I ഇൻറ്റു ഒമേഗ ഈസ് ദാറ്റ് ഡി ഒമേഗ ഈസ് എന്ത് ചെയ്തു? വാല്യൂ നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? കംപ്ലീറ്റ് വർക്ക് ഡൺ വേണ്ടിയിട്ട് ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ഒമേഗ 1 ടു ഒമേഗ 2. ഓക്കെ, ഒമേഗ 1 ടു ഒമേഗ 2 എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. That is the total work done is equal to integral omega 1 to omega 2 I omega d omega z. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ഇവിടെ നമുക്ക് ഇന്റഗ്രൽ ഒമേഗ കിട്ടും. ഇന്റഗ്രൽ എക്സ് എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അല്ലെങ്കിൽ എക്സ് റൈസ് ടു എൻ മീൻസ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ വാല്യൂ കിട്ടുന്നുണ്ട്. സോ എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും. അതുപോലെ ഒമേഗ സ്ക്വയർ ബൈ 2 കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഒമേഗ സ്ക്വയർ ഒമേഗ 2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ 1 സ്ക്വയർ. ഇതാണ് ഇത് ടോട്ടൽ വർക്ക് ഡൺ. എന്തെന്ന് കിട്ടി? നമുക്കിവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ അനലോഗസ് ഫോർ ദ വർക്ക് എനർജി തിയറം. ഓക്കെ, റൊട്ടേഷണൽ അനലോഗസ് ഫോർ ദ വർക്ക്. ഇതൊക്കെ എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. പിന്നെ ഇതിൽ വരുന്നത് എന്താണ്? നമുക്ക് ഇവിടുത്തെ പവർ ആണ്. ഓക്കെ, പവർ നമുക്കറിയാം റേറ്റ് ഓഫ് വർക്ക് ഡൺ, അല്ലെങ്കിൽ ഒരു പെർ യൂണിറ്റ് നടക്കുന്ന വർക്ക് ഡൺ നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. സോ എന്ത് കിട്ടും? പവർ മീൻസ് ദാറ്റ് ഇസ് ഡി ഡബ്ല്യു ബൈ ഡബ്ല്യു ആണ്, ഒമേഗ അല്ല, ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്. എന്ത് ചെയ്യുക? ടോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, പവർ എന്ന് കിട്ടും ടോ ഇൻറ്റു ഒമേഗ ഇസഡ് എന്ന് കിട്ടും. ഇതാണ് എന്താ അവിടുത്തെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, പവർ. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്ത് കംപ്ലീറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആംഗുലാർ മൊമെന്റവും പിന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് വരുന്ന റിലേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ആംഗുലാർ മൊമെന്റവും മൊമെന്റ് ഓഫ് ഇനർഷ്യ നോക്കാം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കുറച്ച് അന്ന് പഠിച്ച കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്കൊന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം ആ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ, അതായത് നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ ബാക്കി നോക്കാം. ഓക്കെ, ഏകദേശം ട്യൂസ്ഡേ ആവുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ആ ഒരു തേഴ്സ്ഡേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വെക്ടർ എന്ന ചാപ്റ്റർ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സാറ്റർഡേയുടെ മാക്സിമം നമുക്ക് ട്യൂഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കുഴപ്പമില്ല. റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കമ്മിങ് സാറ്റർഡേ, നെക്സ്റ്റ് സാറ്റർഡേയിൽ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സോൾവ് കിട്ടുന്നതിന് എന്ത് ചെയ്യാം? എനിക്കത് സെൻഡ് ചെയ്യുക. നിങ്ങൾ മാക്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് കിട്ടാത്ത ആ ഒരു ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ.